السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين وبعد. ഫാത്തിഹയിലെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതിൻ്റെ വിശദീകരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആയത്തിൻ്റെ ഭാഷാപരമായ ചർച്ചയാണ് കാര്യമായിട്ട് നടത്താനുള്ളത്. അഥവാ ഗൈർ എന്നതിൻ്റെ ഇറാബ്, അതുപോലെ അതിൻ്റെ ഇറാബ് പരിഗണിക്കുമ്പോൾ അല്ലദീന എന്നതിൻ്റെ ബദലായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അല്ലദീനക്ക് സിഫത്തായിട്ടാണ്. അങ്ങനെ സിഫത്തായിട്ട് വരികയാണെങ്കിൽ അല്ലദീന എന്ന മൗസൂല മാരിഫയാണ്. ഗൈരിൽ മഗ്ലൂബി എന്നത് ഇളാഫത്ത് അലിഫ്ലാം ഉള്ളതിലേക്ക് ഇളാഫത്താണെങ്കിൽ കൂടി അതിന് താരീഫ് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ മാരിഫക്ക് എങ്ങനെയാണ് നക്കറ കൊണ്ട് സിഫത്ത് പറയുന്നത്? അതിൻ്റെ തഅ്വീലാത്തുകൾ എന്തൊക്കെയാണ്? ഇത്തരം ഭാഷാപരമായ ചർച്ചയാണ് ഇന്ന് ഇവിടെ നമ്മൾ വായിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിഫ് തുടങ്ങുന്നതും. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ബദലും മിനല്ലദീന. അല്ലദീന എന്നതിൽ നിന്നുള്ള ബദലാണ് ഗൈർ എന്നത്. അലാ മഅന അന്നൽ മുൻഅമ അലൈഹിം ഹുമുല്ലദീന സലിമു മിനൽ ഗദ്ബി വദ്ദലാൽ. മുൻഅമ അലൈഹിയായ കൂട്ടർ, അല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത വിഭാഗം അവർ തന്നെയാണ്. ഹുമുല്ലദീന സലിമു മിനൽ ഗദ്ബി വദ്ദലാൽ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ ദലാലിൽ നിന്നും അള്ളാഹുവിൻ്റെ ഗളബിൽ നിന്നും രക്ഷപ്പെട്ടവർ അവർ തന്നെയാണ് എന്ന മഅന. ആ മഅനയിൽ അല്ലദീന എന്നതിൻ്റെ ബദലാണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്ത് അല്ലദീന, ആദ്യത്തെ സിറാത്ത് എന്നതിൻ്റെ ബദലാണ് രണ്ടാമത്തെ സിറാത്ത്. സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവർ ആരാണോ, അത് ഒരു തരം ഇജ്മാലിയായ കലാമാണ്. ആ ഇജ്മാലിനെ തഫ്സീൽ ചെയ്യുന്ന ബയാനിയായ ജുംലയാണ് ശേഷം വരുന്ന ബദല്. അപ്പം നീ അനുഗ്രഹം ചെയ്തവർ എന്ന് പറഞ്ഞാൽ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴികേടിനോ നിന്റെ കോപത്തിനോ ഇരയായവരല്ല. അപ്പം സെന്റൻസ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി. ഇവിടെ ബദല് കുല്ലുമിൻ കുല്ലാണ്, അത് പറയേണ്ടതില്ല. അതിൻ്റെ അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അലാമാന എന്ന സെന്റൻസ് മുസന്നിഫ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അലാമാന അന്നൽ മുൻഅമ അലൈഹിം ഹുമുല്ലദീന സലിമു മിനൽ ഗദ്ബി വദ്ദലാൽ, അവർ തന്നെയാണ് ഇവർ എന്ന് പറയുമ്പോൾ പിന്നെ ബദല് കുല്ലുമിൻ കുല്ലാണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ സെന്റൻസിന് തൗലീഹ് ചെയ്യുന്ന, തഫ്സീൽ ചെയ്യുന്ന ബദലാണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം. അപ്പോൾ അല്ലദീന എന്നതിന്, അല്ലദീന എന്ന മൗസൂല മജ്റൂറാണ്, മജ്റൂറിൻ്റെ ജറിൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഗൈരി എന്ന ഇറാബാണ്. അപ്പോൾ ബദല് എന്ന അർത്ഥത്തിലുള്ള വിശദീകരണം കഴിഞ്ഞു. ബദലാകുമ്പോൾ എന്താണ് അർത്ഥം അതും പറഞ്ഞു. ഇനി ഈ സെന്റൻസിനെ നമുക്ക് സിഫത്താക്കിയിട്ട് തർക്കീബ് വെക്കാൻ കഴിയുമോ എന്നതാണ് അടുത്ത ചർച്ച. അപ്പോൾ അത് സാധിക്കും. അതാണ് ശേഷം പറയുന്നത്. ഔ സിഫത്തുൻ ലഹു ബദലും മിനല്ലദീന, അല്ലദീനൻ്റെ ബദല്, അല്ലെങ്കിൽ ഔ സിഫത്തുൻ ലഹു, അല്ലദീന എന്നതിന് സിഫത്തായിട്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം. രണ്ടാണെങ്കിലും ഗൈറിന് ജറ് തന്നെയാണ്. ആ സിഫത്ത് രണ്ട് തരമുണ്ട്, മുബയ്യിനത്തും ഉണ്ട്, മുഖയ്യിദത്തും ഉണ്ട്. സിഫത്തുൻ ലഹു മുബയ്യിനത്തുൻ ഔ മുഖയ്യിദത്തുൻ. മുബയ്യിനത്താവട്ടെ മുഖയ്യിദത്താവട്ടെ. എന്താണ് മുബയ്യിന, എന്താണ് മുഖയ്യിദ, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോൾ രണ്ടാണെങ്കിലും സിഫത്ത് തന്നെയാണല്ലോ. ആ അർത്ഥത്തിൽ ബാക്കി വായിക്കുകയാണ്. അലാമാന അന്നഹും ജമഉ. അപ്പോൾ സിഫത്ത് ആയ ജുംലയായി സങ്കല്പിക്കുമ്പോൾ എന്താ അർത്ഥം? അലാമാന അന്നഹും ജമഉ ബൈന നിഅമത്തിൽ മുത്ലഖ, മുത്ലഖായ നിഅമത്ത് അവർ സംഭരിച്ചിട്ടുണ്ട്. ആര്? ഈ അല്ലദീന എന്ന് പറഞ്ഞ കൂട്ടർ. അതവിടുന്ന് കിട്ടി, അല്ലദീനൻ്റെ സിലയിൽ നിന്ന് കിട്ടി.
ഏതാനും മുത്തലക്കായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ വഹിയ നിഅമത്തുൽ ഈമാൻ, അത് ഈമാനാണ്, വിശദീകരിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞിരുന്നു അല്ലദീന അൻഅംത അലൈഹിം എന്നത് ഇത്ലാഖാക്കി പറയുമ്പോൾ അക്മലും കമാലുമായ കാര്യത്തിലേക്കാണല്ലോ മുൻസരിഫാകുന്നത്. അപ്പോൾ നിഅമത്തുൽ ഈമാൻ അത് അവർ സംഭരിച്ചിട്ടുണ്ട്, അവർ നേടിയെടുത്തിട്ടുണ്ട്. വബൈന നിഅമത്തി സലാമത്തി മിനൽ ഖൽബി വദ്ദലാൽ, ഈമാൻ അടിസ്ഥാനപരമായി അവർ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ സലാമത്ത് മിനൽ ഖൽബി വദ്ദലാൽ, അള്ളാഹുവിൻ്റെ ഖലബിൽ നിന്ന് ദലാലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വിശേഷണവും, അപ്പം എന്ന നിഅമത്തും, ആ രണ്ട് നിഅമത്തും അവർ നേടിയെടുത്തിട്ടുണ്ട് എന്ന സിഫത്തിൻ്റെ മഅനയും ഈ പറഞ്ഞ ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ എന്ന സെന്റൻസിന് തർക്കീബ് വെക്കാവുന്നതാണ്. അപ്പോൾ അല്ലദീന എന്ന മൗസൂലയുടെ സിലയിൽ നിന്ന് അവർ മുത്ലഖൻ നിഅമത്തുൽ ഈമാൻ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ജുംലയിൽ നിന്ന് അതിന് പുറമെ അവർ നിഅമത്തു സലാമത്തി മിനൽ ഖൽബി വദ്ദലാൽ അതും അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇവിടെ ജമഉ എന്ന മുസന്നിഫിൻ്റെ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ സാധാരണ താബി മത്ബൂഇൻ്റെ ഗണത്തിൽ മത്ബൂ അത്ര ബദലാകുമ്പോൾ ഗൗനിക്കപ്പെടാറില്ലെങ്കിലും ഇവിടെ രണ്ടും മഖ്സൂദാണ് എന്ന് അറിയിക്കാനാണ് ജമഅ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വിശദീകരണം. ഇനി മനസ്സിലാക്കാനുള്ളത് എന്തായാലും സിഫത്ത് മുബയ്യന മുഖയ്യിദ ആണെങ്കിലും രണ്ടാണെങ്കിലും അർത്ഥം ഇത് തന്നെയാണ്. മുബയ്യന മുഖയ്യിദ എന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും, എന്നാലും സാഹചര്യത്തിനനുസരിച്ചൊന്ന് വിശദീകരിക്കുകയാണ്. സിഫത്ത് മുബയ്യന മുഖയ്യിദ, കാശിഫ, മുവല്ലിഹ, മുഖസ്സിസ, ഇഹ്തിറാസിയ, ഇങ്ങനെയൊക്കെ ഈ വിശേഷണങ്ങൾ പറയാറുണ്ട്. സിഫത്ത് മുബയ്യന അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നതാണ് സിഫത്ത് കാശിഫ, അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നതാണ് സിഫത്ത് മുവല്ലിഹ. ഇനി സിഫത്ത് മുഖയ്യിദ അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നതാണ് സിഫത്ത് മുഖസ്സിസ എന്ന് പറയാം, അല്ലെങ്കിൽ സിഫത്ത് ഇഹ്തിറാസിയ എന്ന് പറയാം. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിഫത്ത് മുബയ്യന എന്ന് പറഞ്ഞാൽ ബയാൻ ചെയ്യുക എന്നത് മാത്രമേ അതുകൊണ്ട് സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ സിഫത്ത് മൗസൂഫിൽ ദായിമായി നിലനിൽക്കുന്ന വിശേഷണമായിരിക്കും. സെന്റൻസിൽ ആ സിഫത്ത് എടുത്തു മാറ്റിയത് കൊണ്ട് ഹുക്കുമിൽ പ്രത്യേകിച്ച് തഹ്സീർ ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെ അതിനെ വിശദീകരിക്കാം. അഥവാ സെന്റൻസിൽ ആ സിഫത്തിന് മഫ്ഹൂമില്ല എന്നർത്ഥം. മുഖയ്യിദയാണെങ്കിലോ, മുഖയ്യിദയാകുമ്പോൾ ആ മൗസൂഫിൽ ആ സിഫത്ത് ദായിമായി നിലനിൽക്കുന്നതായിക്കൊള്ളുന്നില്ല, അത് ഖാരിജിലേക്ക് മറ്റൊരു മൗസൂഫിലേക്ക് ആ വിശേഷണം ചേരാം. അപ്പോൾ പിന്നെ ആ സിഫത്തിനെ അവിടെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സെന്റൻസിൽ തഹ്സീർ ഉണ്ട്, ഹുക്കുമിനെ അത് ബാധിക്കുന്നുണ്ട്, ആ സിഫത്തിന് മഫ്ഹൂമുണ്ട്. അപ്പോൾ അതിന് മുഖാലഫ മറ്റൊരർത്ഥമായിരിക്കും. എന്നാൽ സിഫത്ത് മുബയ്യനാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മുഖാത്തബിന് ആ മൗസൂഫിനെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന, ബയാൻ ചെയ്യുന്ന, തഫ്സീൽ ചെയ്യുന്ന ഒരു വിശേഷണം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അപ്പോൾ പിന്നെ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ വസ്തുക്കൾ അതിൻ്റെ അൽദാദുകൾ കൊണ്ട് മനസ്സിലാകുന്നതാണല്ലോ. അപ്പോൾ മുഖയ്യിദ മനസ്സിലായാൽ എന്താണ് മുബയ്യന എന്ന് മനസ്സിലാവും. അതുപോലെ കാശിഫ മനസ്സിലായാൽ അല്ലെങ്കിൽ മുബയ്യന മനസ്സിലായാൽ എന്താണ് മുഖയ്യിദ എന്ന് മനസ്സിലാവും. ഇപ്പോൾ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ തഖ്വ ചെയ്യുക, റബ്ബിനെ സൂക്ഷിക്കുക. അപ്പോൾ അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്. അപ്പോൾ അല്ലദീ ഖലഖക്കും എന്നുള്ളത് റബ്ബിനൊരു വിശേഷണമാണ്, സിഫത്താണ്. പക്ഷെ അതിനവിടെ കലാമിൽ മഫ്ഹൂമില്ല. എന്തുകൊണ്ട്? കലാമിന് മഫ്ഹൂം ഉണ്ടെങ്കിൽ ഖാലിഖല്ലാത്ത മറ്റൊരു റബ്ബ് ഉണ്ട് എന്ന് സ്ഥാപിതമാവും. അങ്ങനെയാണല്ലോ, റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പം നിങ്ങളെ സൃഷ്ടിച്ച എന്നത് ഒരു ഖൈദല്ല, അത് റബ്ബിനെ ഒന്നും കൂടി ബയാൻ ചെയ്യുന്ന, മുഖാത്തബിന് ഒന്നും കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വിശേഷണം, അത് ബയാൻ ചെയ്യുന്ന മുബയ്യന സിഫത്ത് എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഉദാഹരണം, ഇപ്പോൾ വൈലുല്ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂത്തൂന സക്കാത്ത, മുശ്രിക്കീങ്ങൾക്കാണ് വൈല്.
അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത, അവർ സക്കാത്ത് നൽകാത്തവരാണ്. അപ്പോൾ സക്കാത്ത് നൽകാത്ത മുശ്രിക്കീങ്ങൾ എന്ന് പറയുമ്പോൾ മുശ്രിക്കീങ്ങളുടെ വിശേഷണം എന്നാണല്ലോ ലാ യുഅ്തൂന സക്കാത്ത എന്നത്. അപ്പോൾ ലാ യുഅ്തൂന സക്കാത്ത എന്നത് സിഫത്താണ്, അതേസമയം സിഫത്ത് മുബയ്യനയാണ്, കാശിഫയാണ്. പക്ഷെ അതിന് ഖൈദല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മുശ്രിക്കീങ്ങൾക്ക് എന്തായാലും നരകമുണ്ട്, സക്കാത്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും. അപ്പോൾ സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കീങ്ങൾക്ക് നരകമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മഫ്ഹൂം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന മുശ്രിക്കീങ്ങൾക്ക് വയിലില്ല എന്ന് വരും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ഹുക്കുമിൽ തഅ്സീർ ചെയ്യുന്നതാണ് സിഫത്ത് മുഖയ്യിദ. അതേ സമയത്ത് മൗസൂഫിനെ മുഖാത്തബിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, മൗസൂഫിൽ ദായിമായി നിലനിൽക്കുന്ന സിഫത്താണ് സിഫത്ത് മുബയ്യിന. അപ്പം അത് എങ്ങനെയാണ്? രണ്ട് ഹൈസിയത്താണെങ്കിലും ഇവിടെ കലാമിൽ സിഫത്ത് എന്ന അർത്ഥത്തിൽ രണ്ടും ഇവിടെ യോജിക്കുന്നുണ്ട്. ഇനി അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ചർച്ചയിൽ എങ്ങനെ കടന്നു വരും ശേഷം പറയാം. ഇനി മുസന്നിഫ് നടത്തുന്ന ചർച്ച സിഫത്താണ് ബദലാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ സിഫത്താണ് എന്ന് സങ്കല്പിക്കുമ്പോൾ രണ്ട് തഅ്വീല് ആവശ്യമല്ല, അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? മൗസൂല മാരിഫയാണ്, തർക്കല്ല. അല്ലദീ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അപ്പോൾ അല്ലദീനക്ക് സിഫത്താണ് എന്ന് പറയുമ്പോൾ അല്ലദീന മൗസൂലയാണ്, മാരിഫയാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്നത് സിഫത്താണ് എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്നത് മൗസൂലയാണ് എന്ന് സമർത്ഥിക്കണം. അല്ലെങ്കിൽ അല്ലദീന എന്നത് നെക്കിറൻ്റെ സ്ഥാനത്താണ് എന്ന് സമർത്ഥിക്കണം. നെക്കിറക്ക് നെക്കിറ കൊണ്ട് വസ്ഫ് പറയാം, മാരിഫക്ക് മാരിഫ കൊണ്ട് വസ്ഫ് പറയാം. ഇവിടെ രണ്ടും ഒന്ന് മാരിഫ ഒന്ന് നെക്കിറയാണ്. അപ്പോൾ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നോടത്ത് ഗൈർ അൽ മഗ്ദൂബ് എന്ന അലിഫ്ലാം ഉള്ളതിലേക്ക് ഇളാഫത്തായതുകൊണ്ട് ഗൈർ മാരിഫയാകുന്നില്ല. കാരണം ഗൈർ മിസ്ല് പോലത്തതൊക്കെ മുബ്ഹമായ ഇസ്മുകളാണല്ലോ. അപ്പോൾ അതിന് ഇളാഫത്ത് കൊണ്ട് അവിടെ ഒരിക്കലും താരീഫ് കിട്ടുന്നില്ല. അത് നെക്കിറൻ്റെ സ്ഥാനത്ത് തന്നെയാണ്, അതിലും തർക്കമല്ല. പിന്നെ എങ്ങനെയാണ് തഅ്വീൽ ചെയ്യേണ്ടത്? ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നത് മാരിഫയായി അതിനെ തഅ്വീൽ ചെയ്യണോ? അതല്ല അല്ലദീന എന്ന അലിഫ്ലാമുള്ള മൗസൂല നെക്കിറയായി തഅ്വീൽ ചെയ്യണോ? അപ്പോൾ രണ്ട് തഅ്വീലും ഇവിടെ ചെയ്യാവുന്നതാണ്. ഭാഷാപരമായ ചർച്ചയാണ്. ലുഗത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലുഗത്ത് കൊണ്ട് തന്നെയാണല്ലോ സമർത്ഥിക്കേണ്ടത്. അവിടെ ഫിഖ്ഹിനെ അവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് വിശദീകരണം കർമ്മശാസ്ത്രത്തിൽ നിന്നാണല്ലോ തെളിവ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഭാഷാപരമായ ഒരു അഭിപ്രായ വ്യത്യാസമാണ്. മുസന്നിഫ് അതിന് തെളിവ് ഉദ്ധരിക്കുന്നത് കലാമിൽ അറബി സംസാരത്തിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്ന ഭാഷാപരമായ തെളിവുകൾ കൊണ്ട് ഈ കലാമിലെ മൗസൂല എന്നതിന് നെക്കിറൻ്റെ സ്ഥാനത്താണ് എന്ന് സ്ഥാപിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നത് മാരിഫാന്റെ സ്ഥാനത്താണ് എന്നും സ്ഥാപിക്കാൻ പറ്റും. രണ്ടിനും തെളിവ് മുസന്നിഫ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസന്നിഫ് പറയാണ്, വദാലിക ഇന്നമാ യസിഹു ബി അഹദി തഅ്വീലൈനി ഇജ്റാഇൽ മൗസൂലി മുജ്റൻ നക്കിറതി ഇദ് ലം യുഖ്സദ് ബിഹി മഅഹൂദുൻ കൽ മുഹല്ല ഫി ഖൗലിഹി വലഖദ് അമുറു അലൽ ലഈം യസുബ്ബുനി ഫമളൈതു സുമ്മതൻ ഖുൽതു ലാ യഅനീനി വഖൗലിഹിം വഇന്നി ലഅമുറു അലൽ റജുലി മിസ്ലിക് ഫയുക്രിമുനി ഔ ജഅലി ഗൈർ മഅരിഫതൻ بالإضافة لأنه أضيف إلى ما له ضد واحد وهو المنعم عليهم فيتعين تعين الحركة من غير السكون. അപ്പോൾ രണ്ട് തഅ്വീല് വദാലിക എന്ന് പറഞ്ഞാൽ ഗൈർ എന്നത് മൗസൂലാക്ക് സിഫത്താണ് എന്നത് ഇന്നമാ യസിഹു അത് ശരിയാകുന്നത് ബി അഹദി തഅ്വീലൈനി രണ്ട് തഅ്വീലുകൾ കൊണ്ടാണ്. ആദ്യം വായിക്കുകയാണ്, പിന്നെ ശേഷം വിശദീകരിക്കാം. രണ്ട് തഅ്വീലുകൾ കൊണ്ടാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നത് അല്ലദീന എന്നതിൻ്റെ സിഫത്തായി വരുന്നത്. ഒന്ന് ഇജ്റാഇൽ മൗസൂലി മുജ്റൻ നക്കിറത്തി. ഒന്ന് അല്ലദീന എന്ന മൗസൂലെ നക്കിറൻ്റെ സ്ഥാനത്തായി സങ്കല്പിക്കണം, നടത്തണം. എന്തുകൊണ്ട്? ഇദ് ലം യുഖ്സദ് ബിഹി മഅഹൂദുൻ, ഖാരിജിൽ ഹഖീഖിയായ ഒരു ഐന് അതുകൊണ്ട് അറിയപ്പെട്ടിട്ടില്ല.
ഏതുപോലെ കൽ മുഹല്ല. കൽ മുഹല്ല എന്ന് പറഞ്ഞാൽ കൽ മുഹല്ല ബില്ലാമി ബിൽ അലിഫ് വല്ലാമി, അലിഫ്ലാം ചേർന്ന് വന്ന ഇസ്മ പോലെ. ഏത് ലഫി ഖൗലിഹി, കവിയുടെ വചനത്തിൽ വലഖദ് അമുറു അലൽ ലഈമി യസുബ്ബുനി ഫമളൈതു സുമ്മത്തൻ ഖുൽതു ലാ യഅനീനി. ഞാൻ ലഈമായ ഒരാളെ അടുത്തുകൂടെ നടന്നു പോകൽ പതിവാണ്. അയാളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത പറയല. അപ്പം എന്നെ ചീത്ത പറഞ്ഞ് സ്ഥിരം ചീത്ത പറയുന്ന ലഈമിൻ്റെ അടുത്ത് കൂടെയാണ് ഞാൻ സ്ഥിരമായിട്ട് നടന്നു പോകുന്നത്. ഫമളൈതു സുമ്മത്തൻ ഖുൽതു ലാ, സുമ്മത്ത് എന്ന് പറഞ്ഞാൽ സുമ്മ എന്ന അത്തുഫിൻ്റെ അറഫ് അതിൽ തഅനീസിൻ്റെ താഴ് ചേർന്നതാണ്. കവിതയ്ക്ക് വേണ്ടി സുമ്മത്ത് എന്ന് പറയാം. അപ്പോൾ അത് തഅനീസിൻ്റെ താഴ് ചേർന്ന് വരുന്ന സുമ്മ ശരിക്കും സെൻറ്റൻസുകൾക്കിടയിൽ അത്തിപ്പ് ചെയ്യാനേ സാധാരണ ഉപയോഗിക്കാറുള്ളൂ ഭാഷാപരമായിട്ട്. ഞാനതിലൂടെ കടന്നു പോകുന്നു. ഖുൽതു ലാ യഅനീനി, എനിക്കതൊരു വിഷയമല്ല. ഇവിടെ പിന്നെ അമുറു എന്ന മുളാരിയായ ഫീൽ ഉപയോഗിച്ച് നടന്നു പോകാറുണ്ട്. പിന്നെ മളൈത്തു, ഞാൻ നടന്നു പോയി. അത് ശരിക്ക് ആ ഒരു മൂപ്പരുടെ ജാഹ് ഒക്കെ ഒന്നും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട്. എനിക്കതൊരു വിഷയമല്ല, തഹക്കുക്കാണല്ലോ മാളിയാകുമ്പോൾ. ഞാൻ സുമ്മത്ത കുൽത്തു എന്ന് പറയുമ്പോൾ സുമ്മ അക്കൂലു എന്ന മാനാക്കാണ്. ഞാൻ അതൊരു വിഷയം തന്നെ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂടി കടന്നു പോകുന്നത് അയാളെ മുന്നിലൂടെ. അപ്പം ഇവിടെ എന്താണ് വിഷയം? അലിഫ്ലാം ഉള്ളത്, അൽ ലഈം എന്ന അലിഫ്ലാം ഉള്ളത് പോലെയാണ്. അത് നെക്കിറാൻ്റെ സ്ഥാനത്താണ്. വിശദീകരിക്കാം. പിന്നെ അതുപോലെ വഖൗലിഹിം വ ഇന്നി ല അമുറു അല റജുലി മിസ്ലിക് എന്നും പറയാറുണ്ട്. ഫയുക്രിമുനി, അവിടെ അർ റജുൽ എന്നതിൻ്റെ അലിഫ്ലാം ഉള്ളതിന് വിശേഷണം പറഞ്ഞത് മിസ്ലിക് എന്നാണ്. ഇത് ഒരു തഅ്വീല്. രണ്ടാമത്തെ തഅ്വീലോ ഔ ജഅലി ഗൈർ മാരിഫത്തും ബിൽ ഇളാഫ, അല്ലെങ്കിൽ ഗൈർ എന്ന വാക്കിനെ നമ്മൾ മാരിഫയാക്കണം. അല്ലദീന എന്ന മൗസൂലിനെ നെക്കിറയാക്കണം, അല്ലെങ്കിൽ ഗൈർ എന്നതിനെ മാരിഫയാക്കണം. എങ്ങനെ മാരിഫയാക്കണം? ബിൽ ഇളാഫത്തി, ഇളാഫത്ത് കൊണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് തഅ്വീല്. ഇത് നമുക്ക് വിശദീകരിക്കാം. ഇന്നമാ യസ്ഹു ബി അഹദി തഅ്വീലിൻ ഇജ്റാ അൽ മൗസൂലി മുജറൻ നെക്കിറത്തി, നെക്കിറാൻ്റെ സ്ഥാനത്ത് മൗസൂലെ നെക്കിറാൻ്റെ സ്ഥാനത്താക്കണമെന്ന്. അപ്പം മൗസൂലെ നെക്കിറാൻ്റെ സ്ഥാനത്താക്കണം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മൗസൂല അലിഫ്ലാമുള്ള ഇസ്മ എന്ന ലാഹിറായ ലഫ്ല് പരിഗണിച്ചിട്ടല്ല നമ്മളതിനെ നെക്കിറയാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നെക്കിറയായി തഅ്വീൽ ചെയ്യുന്നത്. ലഫ്ല് നോക്കുകയാണെങ്കിൽ അലിഫ്ലാം വന്നാൽ പിന്നെ അൽ മുഅറഫ് ബിൽ അലിഫ് വല്ലാമി, അതിൽ തർക്കമല്ല, അത് മാരിഫ തന്നെയാണ്. പക്ഷേ എന്നാലും അതിൻ്റെ മാന പരിഗണിക്കുമ്പോൾ അലിഫ്ലാം പല കോലത്തിലുണ്ടല്ലോ. അഹദിൻ്റെ അലിഫ്ലാമുണ്ട്, ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാമുണ്ട്, അങ്ങനെ പല അലിഫ്ലാമുണ്ട്. ഈ മൗസൂല അല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ ആ മൗസൂല അതിൻ്റെ സിഫത്ത് അഥവാ അതിൻ്റെ സില, ആ സിലയും പരിഗണിക്കുമ്പോൾ വാസ്തവത്തിൽ ആ മൗസൂല ഏതുപോലെയാണ്? ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാം ചേർന്ന് വന്ന ഇസ്മ പോലെയല്ല, മറിച്ച് ദഹിനി അഹദിൻ്റെ അലിഫ്ലാം ചേർന്ന് വന്ന മൗസൂല ഇസ്മ പോലെയാണ്. ആ അഹദിൻ്റെ അലിഫ്ലാം എന്ന് പറഞ്ഞാൽ ഏത് അഹദ്? ദഹിനിയായ അഹദ്, അല്ലാതെ ഖാരിജിയായ അഹദല്ല. അപ്പോൾ അതാണ് അതിൽ ചുരുക്കം. അഥവാ അലിഫ്ലാം കൊണ്ട് മാരിഫയായ ഇസ്മ, ആ അലിഫ്ലാം പല അർത്ഥത്തിലുണ്ട്. അഹദിൻ്റെ അലിഫ്ലാമുണ്ട്, ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാമുണ്ട്. പക്ഷെ ഇവിടെ മൗസൂലയും സിലയും കൂടിയ ആ ഇസ്മ അത് മാരിഫയാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അഹദിൻ്റെ അലിഫ്ലാം ചേർന്ന് വന്ന ഇസ്മ മാരിഫയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അവിടെ ഇസ്തിഗ്റാഖ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ജിൻസിന് മാത്രമാണ് അവിടെ താരീഫ് കിട്ടുന്നത്. നേരെ ഖാരിജിൽ ഹഖീഖിയായ ഒരു അയാൻ അതിന് ഉദ്ദേശമല്ല. അപ്പോൾ അല്ലദീന അന്നംത അലൈഹിം ഒന്നും കൂടി വിശദീകരിച്ച്, അല്ലദീന അന്നംത അലൈഹിം എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹം ചെയ്തവർ എല്ലാവരുടെയും വഴി എന്നതിന് മാനയില്ല. ആ എല്ലാവരും അന്നംത അലൈഹിം എന്നതിൽ ആരും ഉൾപ്പെടാം. ഇസ്തിഗ്റാഖ് അല്ലാത്തത് കൊണ്ട് അവിടെ മുബ്ഹമായ ഒരു ബഅദ് അവിടെ ഉണ്ട്. ആ ബഅദ് പരിഗണിക്കുമ്പോൾ അല്ലദീന എന്നത് നെക്കറയാണ്. എന്നാൽ ജിൻസിന് താരീഫ് കിട്ടുന്നുണ്ട് എന്ന് പരിഗണിക്കുമ്പോൾ അല്ലദീന എന്നത് മാരിഫയാണ്. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്.
അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലദീന എന്ന മൗസൂലയും സിലയും കൂടിയ വിശേഷണം സിദ്ധിച്ച ആ ഇസ്മ് അലിഫ്ലാം അഹദിൻ്റെ അലിഫ്ലാം ചേർന്ന് വന്ന മൈരിഫ ഇസ്മ പോലെയാണ്. ഇതാണ് ഇതിൻ്റെ ബേസ്, ഇസ്തിഗ്റാഖല്ല. അപ്പോൾ അഹദിൻ്റെ അലിഫ്ലാം ആകുമ്പോൾ അവിടെ എല്ലാവരും ഉൾപ്പെടുന്നില്ല. അതേ സമയത്ത് ത്വായിഫത്തു മിനൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ത്വായിഫത്തു മിനൽ ലദീന അൻഅംത അലൈഹിം എന്നേ അതിന് മാനയുള്ളൂ. ആ അർത്ഥപ്രകാരം അവിടെ മുബ്ഹമായ ഒരു ബഅള് അവിടെ ഉണ്ട്. ആ ബഅള് പരിഗണിച്ചിട്ടാണ് ഈ ഇസ്മ നമ്മൾ നെക്കിറ എന്ന് പറയുന്നത്. കാരണം ഇത് പ്രത്യേക അഴിയാനുകൾ ഹഖായിക്കുകൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ബഅള് ആരും ആവാം, ഈ അഹദ് ആരും ആവാം എന്നതുപോലെ തന്നെ. അപ്പോൾ അവിടെ അർത്ഥം പരിഗണിക്കുമ്പോൾ ആ ഇസ്മിന് ഒരു നെക്കിറയുടെ മാനയുണ്ട്. ആ മാന പരിഗണിച്ചിട്ട് അത് നെക്കിറയാണ് എന്ന് സ്ഥാപിച്ചാൽ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന നെക്കിറ അതിന് നെക്കിറാക്കുള്ള സിഫത്തായി മാറി. അപ്പോൾ ഭാഷാപരമായ പ്രശ്നം അവിടെ ഉടലെടുക്കുന്നില്ല. അപ്പോൾ അല്ലദീന എന്നതിന് അഹദിൻ്റെ അർത്ഥം പരിഗണിക്കുമ്പോൾ എങ്ങനെ വരിക? ഫൽ മത്ലൂബ് സിറാത്ത ജമാഅത്തിമൻ അൻഅമ അലൈഹിം ബിൻ നിഅമിൽ ഉഖ്റവിയ്യ എന്നായി മാന. അതായത് ത്വായിഫത്തി മിനൽ മുഅ്മിനീൻ ലാ ബി അയാനിഹിം. അയിന് നേരെ ഉദ്ദേശമല്ല, അതാണ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മൗസൂല ഈ ബഅദ് പരിഗണിച്ച് നെക്കിറ ആയതുകൊണ്ട് തന്നെ അവിടെ വസ്ഫ് പറയൽ ജായിസാണ്. ഇനി രണ്ടാമത്തെ ഭാഗം. അപ്പോൾ രണ്ട് തഅ്വീലിൽ ഒരു തഅ്വീൽ മൗസൂഫിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ്, ഒരു തഅ്വീൽ സിഫത്തിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ്. അപ്പോൾ ഇനി സമർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലദീന എന്ന് മൗസൂല തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ, അല്ലദീന എന്നത് മഅരിഫ തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നത് ഇനി മഅരിഫയാണ് എന്ന് തഅ്വീൽ ചെയ്യാൻ പറ്റണം. അതാണ് രണ്ടാമത്തെ തഅ്വീൽ. അപ്പോൾ ഇദ്ലം യുഖ്സദ് ബിഹി മഅഹൂദുൻ, ഇദ്ലം യുഖ്സദ് ബിഹി മഅഹൂദുൻ. മഅഹൂദ് എന്ന് പറഞ്ഞാൽ മഅഹൂദുൻ ഖാരിജിയുൻ. കാരണം നമ്മൾ നേരത്തെ സമർത്ഥിച്ചതൊക്കെ ദിഹ്നിയായ അഹദ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഖാരിജിയായ ഒരു മഅഹൂദ്, അത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ ഹഖീഖത്തുൽ മുഅയ്യന മിൻ മഫ്ഹൂമിൽ ഇസ്മിൽ മുഅറഫ് ബില്ലാം അൽ മുതഖദ്ദിമ ദിക്റുഹ തഹ്ഖീഖൻ ഔ തഖ്ദീറൻ. തഖ്ദീറാലോ തഹ്ഖീഖാലോ മുമ്പ് പരാമർശിക്കപ്പെട്ട അലിഫ്ലാം കൊണ്ട് മഅരിഫയായ ഇസ്മിൻ്റെ മഫ്ഹൂം, ആ മഫ്ഹൂമിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ഹഖീഖത്ത്, അതാണ് ശരിക്കും ഖാരിജിയായ മഅഹൂദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഖാരിജിയായ മഅഹൂദ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല, ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ദിഹ്നിയായ അഹദ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഏതുപോലെയാണ്? കൽ മുഹല്ല ഫി ഖൗലിഹി, കൽ മുഹല്ല ബിൽ അലിഫ് വൽ ലാം, അലിഫ് ലാം കൊണ്ട് മുഹല്ലയായ ഇസ്മ ഏതുപോലെ? ലഖദ് അമറു അലൽ ലഈമി, അൽ ലഈം എന്ന അലിഫ് ലാമുള്ള ആ ഇസ്മ. അപ്പോൾ ആ ഇസ്മ അലിഫ് ലാം ഉണ്ട്, പക്ഷേ അത് നെക്കിറാൻ്റെ സ്ഥാനത്താണ്. എന്തുകൊണ്ട്? കാരണം അത് ആരുമാവാം. അലിഫ് ലാം എന്ന ആ ഒരു ലഫ്ദിയായ മാരിഫ് പരിഗണിക്കുകയാണെങ്കിൽ കൂടെ യസുബുനി എന്നത് ഹാലാണ്, അല്ല യസുബുനി എന്നത് സിഫത്താണ്. അലിഫ്ലാമുള്ള ഇസ്മിന് ശേഷം വരുന്ന ജുംല അത് ശരിക്ക് ഹാലാണ് ആകേണ്ടത്. അങ്ങനെയാണല്ലോ. അൽ ജുംലത്തു ബഅദ നെക്കറാത്തി സിഫാത്തുൻ വബഅദൽ മആരിഫി അഹ്വാലുൻ, അതാണല്ലോ നഹ്വിൻ്റെ കായിദ. അപ്പോൾ ഇവിടെ അൽ ലഈം എന്ന അലിഫ്ലാമുള്ള ഇസ്മിന് ശേഷം വന്ന യസുബുനി എന്ന ജുംല ശരിക്ക് ഹാലാണ് ആവേണ്ടത്, പക്ഷേ ഇവിടെ സിഫത്താണ്. അപ്പോഴാണ് ഇത് ലഈം എന്നത് നമ്മൾ ഈ പറഞ്ഞ കായിദക്ക് ഷഹാദത്താകുന്നുള്ളൂ. അപ്പോൾ വലഖദ് അമറു അലൽ ലഈം യസുബുനി, ഇവിടെ യസുബുനി എന്നത് ജുംല സബ് ചെയ്യുന്ന ലഈം എന്ന സിഫത്തിൻ്റെ മാനാക്കാണ്, അല്ലാതെ സബ് ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ അവൻ്റെ നടന്നു എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ അൽ ലഈം എന്നത് പിന്നെ ശരിക്ക് ഒരു ഖാരിജിയായ അഹദ് ഇവിടെ ഉദ്ദേശമല്ല. കാരണം അപ്പോൾ ഈ പറയുന്ന കവിയുടെ ആ ഒരു പിന്നെ അയാളുടെ മഹത്വം കുറയാണ്. ഒരാൾ നേരെ ഐന് ഖാരിജിയായ ഒരു ഹഖീഖത്ത്, ഒരു ഐന്, ഒരാൾ എന്നാണ് അൽ ലഈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ ഈ പറഞ്ഞ കവിതയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ല. കാരണം ഒരാളുടെ മുന്നിൽ പോയി നടന്നു പോകുമ്പോൾ മാത്രം അയാൾ ഇങ്ങനെ എന്ന് പറഞ്ഞതിലല്ല അർത്ഥം. അതേസമയത്ത് ഏത് ലഈം ആവട്ടെ, ഏത് ലഈമിൻ്റെയും മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ പറയാറില്ല ഇനി എനിക്കതൊരു വിഷയമല്ല എന്ന് പറയുമ്പോഴാണ് ആ കവി അതുകൊണ്ട് മദ്ഹ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അൽ ലഈം എന്നത് ശരിക്ക് അലിഫ്ലാം കൊണ്ട് മഅരിഫി ആ ഇസ്മു ലഫ്ലാൽ മഅരിഫി ആണെങ്കിലും പക്ഷേ അർത്ഥത്താൽ അത് നെക്കിറയാണ്.
കാരണം ഖാരിജിയിൽ ഒരു മഹൂദായ ഒരാൾ എന്ന് അതിന് മാനയില്ല, അത് ആർക്കും ആവാം. അപ്പോഴാണ് യസുബുനി എന്നത് സിഫത്തായിട്ട് നമുക്ക് തെർക്കീബ് വെക്കാനും പറ്റുള്ളൂ. പോട്ടെ. കൗലിഹിം, ഇത് നേരെ കവിത കൊണ്ട് തെളിവ് ഉദ്ധരിച്ചു. കൗലിഹിം ഇന്നി ലഅമുറു അലർ റജുലി മിസ്ലിക്, അലർ റജുലി മിസ്ലിക് ഫയുക്രിമുനി. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അലർ റജുലി മിസ്ലിക്, നിന്നെ പോലത്തെ റജുല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അർ റജുൽ എന്ന അലിഫ്ലാമുള്ള റജുല് ശരിക്കും മാരിഫ, ലഫ്ല് കൊണ്ട് മാരിഫ ആണെങ്കിൽ ഇവിടെ അങ്ങനെ ഉദ്ദേശമല്ല. മിസ്ലിക്, നിന്നെ പോലത്തെ ഒരു മനുഷ്യൻ എന്ന് സിഫത്തിൻ്റെ മാനയാണ് മിസ്ലിക് എന്നതിന്. നേരത്തെ പറഞ്ഞ വിശദീകരണം പോലെ തന്നെയാണ്. ശരിക്കും രണ്ടാമത് പറഞ്ഞ ഉദാഹരണമാണ് ഇവിടെ നമ്മുടെ കോണ്ടക്സിൽ ഒന്നുകൂടി സ്യൂട്ടബിൾ ആയത്. കാരണം ഇവിടെ മിസ്ല് എന്ന വാക്ക് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ നേരത്തെ ഗൈർ എന്ന വാക്ക് പ്രയോഗിച്ചതുപോലെ തന്നെ മുബഹമായ ഇസ്മ കൂടിയാണ്. ഇനി രണ്ടാമത്തെ തവീൽ എന്താണ്? ഔ ജഅലി ഗൈരി മാരിഫത്തൻ, ഗൈർ എന്നതിനാക്കണം മാരിഫത്തൻ, മാരിഫ ആക്കണം. എങ്ങനെ മാരിഫ? ബിൽ ഇലാഫത്ത്, ഇലാഫത്ത് കൊണ്ട് മാരിഫ. അപ്പം നേരത്തെ പറഞ്ഞത് ഗൈർ മുബഹമായ ഇസ്മല്ലേ, അപ്പം അതിന് ഇലാഫത്ത് കൊണ്ട് ആണെങ്കിലും അത് മാരിഫ ആകൂലല്ലോ എന്നാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ അത് മാരിഫ ആകുന്നത് എന്തുകൊണ്ടാണ്? ലിഅന്നഹു ഉദീഫ ഇലാ മാ ലഹു ലിദ്ദുൻ വാഹിദുൻ, ഒരു ലിദ് മാത്രമുള്ളതിലേക്കാണ് ഇതിനെ ഇലാഫത്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടത് മാരിഫയായി. അതൊരു ആരിലായ പ്രത്യേക കോണ്ടക്സ്റ്റ് ആണെന്ന് അർത്ഥം. വഹുവ അൽ മുൻഅമു അലൈഹിം, അതേതാ ഒരു ലിദ്? മുൻഅമു അലൈഹിം എന്ന ലിദ്ദാണ്. അപ്പോൾ ഗൈറുൽ മഗ്ലൂബി വലദ്ദാലിൻ എന്നതിന് ഒരു ലിദ് മാത്രമേ ഉള്ളൂ, മുൻഅമു അലൈഹിം എന്ന ലിദ് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ അത് മുൻഅമു അലൈഹിം എന്ന ഒരു ലിദ് മാത്രമായതുകൊണ്ട് പിന്നെ ഇതെന്തായി? ഇത് മാരിഫയായി. സ്വാഭാവികമാണല്ലോ. ഇതുപോലെ ഫയതഅയ്യനു തഅയ്യുനുൽ ഹറക്കത്ത് മിൻ ഗൈരി സുക്കൂൻ, ഗൈറു സുക്കൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ലിദ് ഹറക്കത്താണെന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഗൈറു സുക്കൂൻ എന്നതിന് ഒരു ലിദ് മാത്രമല്ലേ ഉള്ളൂ, ഹറക്കത്ത്. അപ്പോൾ ഗൈറു സുക്കൂൻ എന്നത് മാരിഫയാകുന്നത് എന്തുകൊണ്ടാണ്? അലിഫ്ലാമുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തു എന്ന കാരണം കൊണ്ടല്ല. ഇവിടെ ഖാരിജിയായ ഒരു കാരണമുണ്ട്. അതെന്താണ്? ഗൈറു സുക്കൂൻ എന്നതിന് ഒരു ലിദ് മാത്രമേ ഉള്ളൂ. അതേതാ ലിദ്? ഹറക്കത്ത്. ഒരാൾ ശാന്തനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഒരാൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനൊരു ലിദ് മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ പിന്നെ ഗൈറു സുക്കൂന് മാരിഫയായി. അങ്ങനെ ആകുമ്പോൾ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നത് മാരിഫാന്റെ സ്ഥാനത്താണ്. അപ്പം ലിദ് ഒരുപാടുണ്ടാവും. അപ്പം നിൽക്കുകയാണ്, ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഖിയാമ് ആണെങ്കിൽ അത് ഖുഊദിന്റെ ലിദ്ദാണ്. അതുപോലെ അയാൾ ഇൽത്തിജാഇന്റെ ലിദ്ദാണ്. ഒരാൾ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഒരാൾ നിൽക്കുകയല്ല എന്ന് പറഞ്ഞാൽ ആൾ ഇരിക്കാവാം, അല്ലെങ്കിൽ കിടക്കാവാം, അല്ലെങ്കിൽ ഓടാവാം. ഒരുപാട് ലിദ്ദുകളുണ്ട്. അപ്പോൾ ഈ സംഗതി മാരിഫയാകുന്നില്ല. എന്നാൽ ഒരേ സമയത്ത് അയാൾ ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ ഹയാത്തിനാകെ ഒരു ലിദ്ദല്ലേ ഉള്ളൂ, നഖീലല്ലേ ഉള്ളൂ, അത് മൗത്താണ്. അതേസമയത്ത് ഒരുപാട് അൽദാദുകൾ ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ മാരിഫയാവൂല. ഗൈറുൽ ഹയാത്തി എന്ന് പറഞ്ഞാൽ മൗത്ത് എന്നതിന് ഉദ്ദേശമുള്ളൂ. ആ അർത്ഥത്തിലാണ് അവിടെ മാരിഫയാകുന്നത്. അപ്പോൾ കാമിലായ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തീർത്തും മഗ്ദൂബി അലൈഹിം ളാലീൻ എന്ന ഗണത്തിൽ പെടാത്തവരാണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞാൽ അവർ തീർത്തും അതിന് നേരെ ലിദ്ദാണ്. അഥവാ അത് മുഅ്മിനീങ്ങൾ, കാമിലായ മുഅ്മിനീങ്ങളാണ്. അപ്പം അത് മാരിഫയാണ് അർത്ഥം പരിഗണിച്ചുകൊണ്ട്. അതുകൊണ്ട് അത് സിഫത്തായിട്ട് വരാൻ പറ്റും. ഇത്രയാണ് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.